IPL രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റ് ഫൈനലിനെത്താതെ പുറത്തായതിന് പിന്നാലെ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസണിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ രംഗത്ത്. ഹൈദരാബാദിനെതിരെ ഗ്ലാമറസ് ഷോട്ട് കളിക്കാൻ ശ്രമിച്ചാണ് സഞ്ജു പുറത്തായതെന്ന് ഗവാസ്കർ സ്റ്റാർ സ്പോർട്സിലെ ചർച്ചയിൽ പറഞ്ഞു. മത്സരം ജയിക്കാനോ കിരീടം നേടാനോ കഴിഞ്ഞില്ലെങ്കിൽ 500-ലേറെ റൺസ് നേടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? രാജസ്ഥാൻ ടീമിലെ എല്ലാവരും ഗ്ലാമറസ് ഷോട്ട് കളിക്കാൻ ശ്രമിച്ചാണ് പുറത്തായത്. സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ തുടർച്ചയായി അവസരം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഷോട്ട് സെലക്ഷനാണ് സഞ്ജുവിൻ്റെ പ്രശ്നം. അതാണ് പലപ്പോഴും അവനെ വീഴ്ത്തുന്നത്. ഷോട്ട് സെലക്ഷൻ മികച്ചതായിരുന്നെങ്കിൽ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ തുടർച്ചയായി അവസരം കിട്ടുമായിരുന്നു. 2020 ലോകകപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാൻ ലഭിച്ച അവസരം സഞ്ജു സാംസൺ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഇന്ത്യൻ ടീമിൽ സ്ഥിരമാവുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു. മത്സരത്തിൽ കൂറ്റൻ ഷോട്ട് കളിക്കാൻ ശ്രമിച്ച് പുറത്തായ റിയാൻ പരാഗിനെയും ഗവാസ്കർ വിമർശിച്ചിരുന്നു. പ്രതിഭ ഉണ്ടായിട്ട് കാര്യമില്ലെന്നും മത്സരം ജയിക്കാനുള്ള മനോഭാവം കൂടി വേണമെന്നും അതില്ലെങ്കിൽ കാര്യമില്ലെന്നും ഗവാസ്കർ തുറന്നടിച്ചു. മറ്റൊന്ന്, 17ാമത് IPL ചാമ്പ്യന്മാർ ആരാകുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീപാറുന്ന മത്സരം തന്നെയായിരിക്കും ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇത്തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരിക്കും ജേതാക്കളെന്നാണ് മുൻ ഓസീസ് താരം മാത്യു ഹെയ്ഡൻ പറയുന്നത്. നാളെ രാത്രി ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഫൈനൽ നടക്കുക. മുൻ ചെന്നൈ താരമാണ് മാത്യു ഹെയ്ഡൻ. അതുകൊണ്ട് തന്നെ ചെപ്പോക്കിലെ പിച്ചിനെക്കുറിച്ച് കൃത്യമായ ധാരണ മാത്യു ഹെയ്ഡനുണ്ട്. ആ അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഹെയ്ഡൻ സംസാരിച്ചത്. സുനിൽ നരൈനും വരുൺ ചക്രവർത്തി സ്പിൻ ജോഡിയായിരിക്കും മത്സരത്തിൻ്റെ ഗതി KKRന് അനുകൂലമാക്കുക എന്നാണ് ഹെയ്ഡൻ പറയുന്നത്. കൊൽക്കത്ത വിജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ എനിക്ക് പറയാനാകും. കുറച്ച് ദിവസം അവധി കിട്ടിയതിനാൽ കളി കാണാനും ഹൈദരാബാദിൻ്റെ ദൗർബല്യങ്ങളും കരുത്തും മനസ്സിലാക്കാനും സാധിക്കും. SRHനെ പരാജയപ്പെടുത്തിയതിൻ്റെ മൊമെൻ്റവും അവർക്കുണ്ടാവും. സുനിൽ നരൈൻ വരുൺ ചക്രവർത്തി സ്പിൻ ജോഡിയായിരിക്കും കളിയിൽ മാറ്റം കൊണ്ടുവരിക, ഹെയ്ഡൻ പറഞ്ഞു.